നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2024 പാർട്ട് 4. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ആചാര്യൻ വാഴയങ്കട വിജയൻ. 2024 ഫെബ്രുവരിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനം രാജിവെച്ച വ്യക്തി PM മുബാറക് പാഷ. അസമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നേമു. ലോക വ്യാപാര സംഘടനയുടെ WTO 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബി UAE. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ വ്യക്തി കുമാർ സാഹ്നി. 2024 ഫെബ്രുവരിയിൽ കർണാടക ഹൈക്കോടതിയുടെ 34ാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ജസ്റ്റിസ് നിളയ് വിപിൻ ചന്ദ്ര ആഞ്ചരിയ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദ്ധാസ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വനിത മറിയം നവാസ് ഷരീഫ്. 2023-24 EFL ലീഗ് കപ്പ്, കരാബോ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ലിവർപൂൾ ഫൈനലിൽ ചെൽസിയെ പരാജയപ്പെടുത്തി. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഗോബസ് സാമൂരി നോറ. ജിമെയിലിന് പകരമായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന പുതിയ സംവിധാനം എക്സ്മെയിൽ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹിരാകാശ യാത്രികർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് B നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല. കേന്ദ്ര സർക്കാരിൻ്റെ ടെക് ഇന്നോവേഷൻ ചലഞ്ചിൽ 50 ലക്ഷം രൂപയുടെ പുരസ്കാരം 2024 ഫെബ്രുവരിയിൽ നേടിയ കമ്പനി ടെക് ജൻഷ്യ. മലയാളിയായ ജോയ് സെബാസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ഉടമ. ഫാഷനി ഗ്രാൻഡ് ഇന്നോവേഷൻ ചലഞ്ചിൽ ആണ് പുരസ്കാരം നേടിയത്. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28. 2024 തീം വികസിത ഭാരതത്തിനായുള്ള തദ്ദേശ സാങ്കേതിക വിദ്യകൾ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച 17ാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഷഫീഖ് റഹ്മാൻ ബാർക്ക്. മുർബെ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽവേ T50 12.77 കിലോമീറ്റർ. ജമ്മു കാശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരമുള്ള റെയിൽവേ പാതയിലാണ് ഈ തുരങ്കപാത. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹോക്കി ഇന്ത്യ CEO എലേന നോർമൻ. 2024 ഫെബ്രുവരിയിൽ ലോക്പാലിൻ്റെ പുതിയ അധ്യക്ഷനായി നിയമിതനായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. മുഴുവൻ പേര് അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ജുഡീഷ്യൽ അംഗങ്ങളായി നിയമിതരായത് ലിംഗപ്പ നാരായണസ്വാമി, സഞ്ജയ് യാദവ്, ഋതുരാജ് അവസ്ഥി. നോൺ ജുഡീഷ്യൽ അംഗങ്ങളായി നിയമിതരായവർ സുശീൽ ചന്ദ്ര, പങ്കജ് കുമാർ, അജയ് ടിർക്കി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ വേഗമേറിയ സെഞ്ചുറി സ്വന്തമാക്കിയ താരം ജെയിൻ നിക്കോൾ ലോഫ്റ്റി ഈറ്റോ, നമീബിയ. 2024 ഫെബ്രുവരിയിൽ നേപ്പാളിനെതിരെ 33 പന്തുകളിൽ സെഞ്ചുറി തികച്ചു. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്, കണ്ണൂർ. 2024 ഫെബ്രുവരിയിൽ കേരള ബാങ്കിൻ്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ജോർട്ടി M ചാക്കോ. 2024 ജൂലൈയിൽ നടക്കുന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടി വേദി കൊച്ചി. 2024 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ ഓണററി നൈറ്റ്ഹുഡ് പുരസ്കാരമായ ദ നൈറ്റ് കമാൻഡർ ഓഫ് ദ മോസ്റ്റ് എക്സലൻസ് ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ KBE ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ സുനിൽ ഭാരതി മിട്ടാൽ.
ചാൾസ് മൂന്നാമൻ്റെ കയ്യിൽ നിന്നും ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. വിവാദമായ കേരള ലോകായുക്ത നിയമം ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അംഗീകാരം ലഭിച്ചത് 2024 ഫെബ്രുവരി 28. ഭേദഗതി നിയമം. ഈ അംഗീകാരം നൽകുന്ന നിയമത്തിലെ 12-14 വകുപ്പുകൾ ഭേദഗതി ചെയ്ത് അഴിമതി കണ്ടെത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭയ്ക്കും, മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും, MLA-മാർക്കെതിരെയാണെങ്കിൽ സ്പീക്കർക്കും പുനഃപരിശോധന നടത്തി തീരുമാനമെടുക്കാം എന്നതാണ് ഭേദഗതി. മുൻപത്തെ നിയമം അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകൻ അവർ നിലവിൽ വഹിക്കുന്ന അധികാരസ്ഥാനം ഒഴിയണം. 2024 ഫെബ്രുവരിയിൽ കേരള സാങ്കേതിക സർവകലാശാലയുടെ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTU ആദ്യ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത് ഡോക്ടർ ധർമ്മരാജ് ആടാട്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മൂന്നാം പദത്തിൽ 2023 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എത്ര ശതമാനമായി ഉയർന്നു? 8.4%. 2024 ഫെബ്രുവരിയിൽ KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് PS പ്രമോദ് ശങ്കർ. ജാവലിൻ ത്രോയുടെ ചരിത്രത്തിൽ 90 മീറ്റർ ഉയരം എറിഞ്ഞ പ്രായം കുറഞ്ഞ താരം മാർക്സ് ടെനിങ്, ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉൾനാടൻ ജലപാത കപ്പൽ ആരംഭിച്ചത് തൂത്തുക്കുടി, തമിഴ്നാട്. ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ പോർട്ടിന് 2024 ഫെബ്രുവരിയിൽ തറക്കല്ലിട്ടത് കുലശേഖരപട്ടണം, തൂത്തുക്കുടി ജില്ല, തമിഴ്നാട്. 2024 മാർച്ചിൽ കമ്മീഷൻ ചെയ്യുന്ന ലക്ഷദ്വീപിലെ പുതിയ ഇന്ത്യൻ നാവിക താവളം INS ജഡായു. 2024 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യ തദ്ദേശ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഫെറി അല്ലെങ്കിൽ വെസ്റ്റൽ നിർമ്മിച്ചത് കൊച്ചി കപ്പൽശാല. ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് IBCA ആസ്ഥാനം ഏത് രാജ്യത്താണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ഇന്ത്യ. പൂച്ച ഇനത്തിൽപ്പെട്ട 7 വലിയ മൃഗങ്ങളുടെ സംരക്ഷണത്തിനും വംശനാശം തടയുന്നതിനുമായി 2023 ഏപ്രിൽ 9 പ്രൊജക്ട് ടൈഗറിൻ്റെ 50ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യ പ്രഖ്യാപിച്ച സഖ്യമാണിത്. ഇതിലെ 7 മൃഗങ്ങൾ ടൈഗർ, ലയൺ, ലെപ്പാർഡ്, സ്നോ ലെപ്പാർഡ്, ചേതക്, ജാഗർ ആൻഡ് പ്യൂമ. ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടെയ്നർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ധൊലേറ, ഗുജറാത്ത്. 2024 മാർച്ചിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയായി ഉയർത്തി? 85 വയസ്സ്. മുൻപ് 80 വയസ്സ് ആയിരുന്നു. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പോങ്ങനാട്. നിലം തൊട്ട നക്ഷത്രങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. ലോക കേൾവി ദിനം മാർച്ച് 3. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ സംവിധാനം ചക്ഷു പ്ലാറ്റ്ഫോം. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള ആപ്പ് സംവിധാനം ഹരിതമിത്രം ആപ്പ് അല്ലെങ്കിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ്. 2024 മാർച്ചിൽ രാജ്യത്തെ ആദ്യ ഗംഗാ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ച സ്ഥലം പാട്ന, ബീഹാർ. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2024 വേദി ഹൈദരാബാദ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് MK സാനു. സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് 2024 നേടിയത് കൈറ്റ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് 2024 മാർച്ച് 1 മുതൽ നടപ്പിലാക്കിയ ജനകീയ ക്യാമ്പയിൻ നെല്ലിക്ക. 2024 മാർച്ചിൽ അന്തരിച്ച ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കേരള ചരിത്രകാരനും എഴുത്തുകാരനുമായിരുന്ന വ്യക്തി
NK ജോസ്. 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. പ്രധാന കൃതികൾ: ചാന്നാർ ലഹള, പുലിയലഹള, വൈക്കം സത്യാഗ്രഹം, അയ്യങ്കാളി, വേലുത്തമ്പി ദളവ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറ ജോസഫ്. എസ്റ്റർ എന്ന നോവൽ ആണ് പുരസ്കാരത്തിന് അർഹമായത്. പുരസ്കാര തുക 25,000 രൂപ. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് ലഭിച്ചത്. 2023 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല NG സർവകലാശാല. 7ാമത് ഇൻ്റർനാഷണൽ സ്പേസ് കോൺഫറൻസ് 2024 വേദി ന്യൂഡൽഹി. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. അമിതഭാരം കയറ്റിവരുന്ന വാഹനങ്ങളെ പരിശോധിച്ച് പിടികൂടുന്നതിനായുള്ള കേരള വിജിലൻസിൻ്റെ ദൗത്യം ഓപ്പറേഷൻ ഓവർലോഡ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത ഹൂഗ്ലി നദിക്ക് അടിയിൽ. ഉദ്ഘാടനം നരേന്ദ്രമോദി. 2024 മാർച്ച് 26. ഹൗറ മൈതാനം മുതൽ എക്സ്പ്ലനേഡ് വരെയുള്ള 4.8 കിലോമീറ്റർ മെട്രോ പാതയിൽ 520 മീറ്റർ ആണ് നദിയുടെ അടിയിലൂടെ കടന്നു പോകുന്നത്. ഹൗറയെയും സാൾട്ട് ലേക്കിനെയും ബന്ധിപ്പിക്കുന്ന 16.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ 10.8 കിലോമീറ്റർ ഭൂമിക്കടിയിലാണ്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ വനിതാ രത്ന പുരസ്കാരം 2024 നേടിയവർ ട്രീസ ജോളി, ജിലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിസി പെൺകൂട്ട്. ടെലികോൺഫറൻസിംഗ്, ടെലിഫോണിക് സൗകര്യങ്ങൾ എന്നീ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ സൗജന്യമായ നിയമസേവനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പും CSCയും സംയുക്തമായി സംഘടിപ്പിച്ച പദ്ധതി ടെലി ലോ 2.0. ലോക വനിതാ ദിനം മാർച്ച് 8. 2024 തീം ഇൻവെസ്റ്റ് ഇൻ വിമൺ, ആക്സിലറേറ്റ് പ്രോഗ്രസ്. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ 2023-24 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡ് ജേതാക്കൾ: ബേസിൽ ജോസഫ് കല സാംസ്കാരികം, ആൻസി സോജൻ കായികം, K അഖിൽ സാഹിത്യം, അശ്വിൻ പരവൂർ കൃഷി, KV സതീഷ് സംരംഭകത്വം, ശ്രീനാഥ് ഗോപിനാഥ് സാമൂഹിക സേവനം. നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നീതി ആയോഗ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി 2024 മാർച്ചിൽ ആരംഭിച്ച പോർട്ടൽ നീതി ഫോർ സ്റ്റേറ്റ്സ്. ഇസ ഫൗണ്ടേഷൻ്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരം 2024 ജേതാവ് ടെസി തോമസ്. 2024 ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാവ് ഘോഷ്. പുരസ്കാര തുക ഏകദേശം 1.35 കോടി. യൂറോപ്പിലും പുറത്തും ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ കല എന്നിവയിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ വ്യക്തിക്കോ സ്ഥാപനത്തിനോ വർഷം തോറും ഇറാസ്മസ് സമ്മാനം നൽകപ്പെടുന്നു. ഡച്ച് നവോത്ഥാന മാനവികവാദിയായ ഡെസിഡെറിയസ് ഇറാസ്മസിൻ്റെ പേരിലുള്ള പുരസ്കാരമാണിത്. ഗർഭചിത്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. 2024 ലോക വനിതാ ദിനത്തിലാണ് പ്രഖ്യാപിച്ചത്. 2024 മാർച്ചിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും എഴുത്തുകാരിയുമായ വ്യക്തി സുധാ മൂർത്തി. US-ൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ ചേരുന്ന 32ാമത്തെ രാജ്യം സ്വീഡൻ. 2024 മാർച്ചിൽ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. സംസ്ഥാനതല സമിതിയിൽ മുഖ്യമന്ത്രി അധ്യക്ഷനും ചീഫ് സെക്രട്ടറി കൺവീനറുമായിരിക്കും. വനം വകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി, തദ്ദേശ സ്വയംഭരണം വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി എന്നിവരാണ് മറ്റു അംഗങ്ങൾ. നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ, മെറ്റ എന്നിവ ചേർന്ന് സ്കൂളുകളിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ലാബുകൾ ഫോർട്ടിയർ ടെക്നോളജി ലാബ്.
സംസ്ഥാനത്തെ ആദ്യ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തല, ആലപ്പുഴ. പോർട്ട് ടാക്സി ആരംഭിക്കുമെന്ന് 2024 മാർച്ചിൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം മുംബൈ. ബാന്ദ്രയ്ക്കും കൂർളയ്ക്കും ഇടയിൽ സേവനങ്ങൾ ലഭിക്കും. 2024 മാർച്ചിൽ രാജിവെച്ച ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ. 71ാമത് ലോകസുന്ദരി മത്സര വിജയി ക്രിസ്റ്റിയാന പെസക്കോവ, ചെക്ക് റിപ്പബ്ലിക്. ഫസ്റ്റ് റണ്ണർ-അപ്പ് യഷ്മിന സൈറ്റൻ, ലെബനോൺ. ടോപ്പ് 8-ൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരി സിനി ഷെട്ടി. 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രസിഡന്റായി ചുമതലയേറ്റത് ആസിഫ് അലി സർദാരി, പാകിസ്ഥാനിലെ 14ാമത് പ്രസിഡന്റ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ, ഇംഗ്ലണ്ട്. 2024 മാർച്ചിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് കിഷോർ മക്കാന, മോദി എ കോമൺ മാൻസ് PM എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ചന്ദ്രയാൻ 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ജപ്പാനുമായി സഹകരിച്ച് ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന ദൗത്യം ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് ജേതാക്കളായ ഇന്ത്യൻ സഖ്യം സാത്വിക് സരിരാജ്, രാങ്കി റെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി. 2019 പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം പുറത്തിറക്കിയത് 2024 മാർച്ച് 11. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 മതങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ളതാണ് ചട്ടങ്ങൾ. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക. 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിലെത്തിയവർക്ക് അപേക്ഷിക്കാം. ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 9, രാജ്യസഭ പാസാക്കിയത് 2019 ഡിസംബർ 11, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള മിസൈൽ അഗ്നി 5. പരീക്ഷണം അറിയപ്പെടുന്നത് മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി AS രാജീവ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്ന ജ്ഞാനപ്പാന പുരസ്കാരം 2024 ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 മാർച്ചിൽ രാജിവെച്ച ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് നയബ് സിംഗ് സൈനി, 11ാമത്തെ മുഖ്യമന്ത്രി. മിഷൻ ദിവ്യാസ്ത്ര ദൗത്യം നയിച്ച DRDO ശാസ്ത്രജ്ഞ ഷീന റാണി മലയാളിയാണ്. അഗ്നി 5 ഭൂഖണ്ഡാനന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പിൻ്റെ പരീക്ഷണമാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന് അറിയപ്പെടുന്നത്. 96ാമത് ഓസ്കാർ നോമിനേഷനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെൻ്ററി ടു കിൽ എ ടൈഗർ, സംവിധാനം നിഷ പാഹുജ, ഡോക്യുമെൻ്ററി ഫീച്ചർ വിഭാഗത്തിലാണ് മത്സരിച്ചത്. അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ല ബിച്ചോ. ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്. പോർച്ചുഗലിൽ നടന്ന 44ാമത് ഫാൻഡസ് പോർട്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ടൊവിനോ തോമസ്. ചിത്രം അദൃശ്യജാലകങ്ങൾ, സംവിധാനം ഡോക്ടർ ബിജു. ബില്ലിലൂടെ പാസാക്കപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് UCC നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2024 മാർച്ച് 13. 2024 മാർച്ചിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. പാമ്പുകടി ഏൽക്കുന്നത് തടയുന്നതിനായി മാർഗനിർദ്ദേശവും പിന്തുണയും ലഭ്യമാക്കാൻ കേന്ദ്രതലത്തിൽ പ്രാബല്യത്തിൽ വരുന്ന സ്നാക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ 15400.
പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ അരി ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി കെ റൈസ്. വേൾഡ് പൈ ഡേ മാർച്ച് 14. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ്. സംവിധാനം ചിദംബരം എസ് പൊതുവാൾ. 2024 മാർച്ചിൽ ആണ് ഈ നേട്ടം കൈവരിച്ചത്. 2024 മാർച്ചിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളായി ചുമതലയേറ്റത് ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15. 2024 തീം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. 2023-24 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ മുംബൈ. ഫൈനലിൽ വിദർഭയെ പരാജയപ്പെടുത്തി മുംബൈയുടെ 42ാം കിരീടം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം 134. ജെൻഡർ ഇൻ ഇക്വാലിറ്റി ഇൻഡെക്സ് 2022 ഇന്ത്യയുടെ സ്ഥാനം 108. 2024 മാർച്ചിൽ UNDP പുറത്തിറക്കിയ 2023-24 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രകാരമുള്ളതാണിത്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ S. ഫൈസി, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. ഗന്ധിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളൻ്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ PK കാളൻ പുരസ്കാരം 2024 മാർച്ചിൽ ലഭിച്ചത് K. കുമാരൻ. ചിമ്മാനക്കളി കലാകാരൻ, മാരിത്തെയ്യം പാട്ടുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം. 2024 മാർച്ചിൽ അന്തരിച്ച നാവികസേന മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ വ്യക്തി അഡ്മിറൽ ലക്ഷ്മി നാരായണൻ രാംദാസ്. രാജ്യത്ത് ഏതെങ്കിലും കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടന്നു കളയാൻ ശ്രമിക്കുന്നവരെ പിടികൂടാനായി നിലവിൽ വന്ന ഫിംഗർ പ്രിൻ്റ് അധിഷ്ഠിത കേന്ദ്രീകൃത സംവിധാനം നാഫിസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.